ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഇന്നിപ്പോൾ നടന്നത്. ഇതിനൊരിക്കലും ഇത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായതാണല്ലോ. ഇതിനൊരു ബാഗ് വാങ്ങാം കേട്ടോ. ബാഗ് അതിനൊരു ബാഗ് വാങ്ങാം നമുക്ക്. എന്താണ് ഹെൽമെറ്റിന് എത്ര? ഹെൽമെറ്റ് ബ്ലൂ അവിടെ ഇല്ലേ? തൽക്കാലം അത് മതി കേട്ടോ. അതിലുള്ള അതിലിട്ട് നോക്ക്, കൊള്ളുണ്ടോന്ന്. അത് കേട് വരും കേട്ടോ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇത് എന്താ പറയുക, ഷാൻസിന് ലഞ്ചിന് കൊണ്ടുപോകാനാണ്. ചിക്കൻ കറി വെക്കുന്നതാണ്. അവന് കൊണ്ടുപോകാനുള്ളത് മാത്രം കേട്ടോ. പിന്നെ കുറച്ച് നെയ്ച്ചോറും കൂടി വെക്കാമെന്ന് വിചാരിച്ചേ. ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അവന് കറി വെക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചതാണ്. ഈ 2 പീസേ എടുത്തിട്ടുള്ളൂ. അത് നല്ലോണം മസാലയൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. നെയ്ച്ചോറ് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ അവന് മാത്രമുള്ളതാണ് വെക്കുന്നത്. ഈ സാധാ നമ്മൾ ചോറ് കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സാധാ ചോറ് കൊണ്ടുവന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ നെയ്ച്ചോറ്, കഫ്സ, മന്തി അങ്ങനെയൊക്കെ ആവും മക്കൾസ് കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ നെയ്ച്ചോറ് വെച്ചിട്ടാണ് കൊടുത്തേക്കാറാണ്. പിന്നെ ഞാനത് പപ്പടം ഫ്രൈ ചെയ്തെടുക്കണം. പപ്പടം അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം മക്കൾക്ക് കൊടുത്തയക്കുമ്പം അവരെ കഴിക്കും. കഴിക്കാത്തത് നമ്മൾ കൊടുത്തയക്കുമ്പം കഴിക്കില്ല. പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന എന്താണോ, വെള്ളപ്പം, ദോശ, അതൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഞാൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ലഞ്ച് ബോക്സ് ഒന്ന് സെറ്റാക്കി എടുക്കണം. ചോറ് ചൂടാണ് കേട്ടോ, ഇങ്ങനെ ആവി പറക്കുന്നുണ്ട്. അപ്പോൾ തണുക്കാനൊന്നുള്ള ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബോക്സിൽ ചോറാക്കിയിട്ടുണ്ട്. ഇത് പപ്പടത്തിന് വേണമെങ്കിൽ ഞാൻ നല്ലോണം കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പപ്പടം തണുത്തോലെ. അങ്ങനെ ഞാൻ പപ്പടത്തിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചോറും അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇട്ടിട്ട്, ഉരുളക്കിഴങ്ങ് കഴിക്കൊന്നുമില്ല. ഞാൻ ഒരു പീസ് ചിക്കൻ വെച്ച് കൊടുത്തിട്ട് ലേശം കറി ഒഴിച്ച് കൊടുത്തിട്ടോ, അത്രേ കഴിക്കുള്ളൂ. പിന്നെ ഒരുപാട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അവരത് കഴിക്കില്ല. പിന്നെ 2 പീസ് ഞാൻ ചിക്കനും വെച്ച് കൊടുക്കുന്നുണ്ട്. അവനും അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ അവർ കൊണ്ടുവന്ന ലഞ്ച് ബോക്സിൽ നിന്ന് ഇവൻക്കും കൊടുക്കും, ഇവൻ കൊണ്ടുവന്ന ലഞ്ച് ബോക്സിൽ നിന്ന് അവർക്കും കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയ കാലത്തെ അങ്ങനെയൊക്കെ തന്നെയാണ്, ഷെയർ ചെയ്തിട്ടാണല്ലോ കഴിക്കാം. അങ്ങനെ അത് സ്നാക്സിന് ഞാൻ കൊടുക്കുന്നത് ഈ പോപ്കോണാണ്. കാരമലിൻ്റെ പോപ്കോണാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. അധികം ഞാൻ സ്കൂൾ വിട്ട് വന്നാലാണ് കൊടുക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് സ്നാക്സിന് ഇത് കേട്ടോ കൊടുത്തേക്കുന്നത്. അതും പിന്നെ കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സും അതുപോലെ സ്നാക്സിൻ്റെ ബോക്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ലഞ്ച് ബോക്സ് ഞാൻ എക്സ്ട്രാ കവറിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. കാരണം എങ്ങാനും ലീക്കായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കിറ്റിലൊന്നായിട്ട് ലീക്കായിട്ട് അത് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനത് വിചാരിച്ചിട്ട് കവറിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ പോകുന്നതാണ്. ഇനി ഒരു 4:50 ആ ഒരു ടൈമിലൊക്കെ ആവും കേട്ടോ സ്കൂൾ വിട്ട് വീട്ടിലെത്താൻ. അത് കഴിഞ്ഞാൽ മദ്രസയിൽ പോകണം. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസ ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവ്. അവന് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവന് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ നെയ്ച്ചോറിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇനി ലഞ്ചിന് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്. പിന്നെ അതുപോലെ ബീഫ് ഉണ്ട്, ബീഫ് കറി വെക്കണം. നെയ്ച്ചോറുമാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു ഒരുക്കത്തിലാണ്. ഇനിയിപ്പോൾ നെയ്ച്ചോറിന് ഞാൻ അളന്ന് വെച്ചതാണ്. അരി നല്ല വെള്ളത്തിന് അളന്ന് വെക്കുമല്ലോ, അങ്ങനെ വെച്ചതാണ്. കഴുകി എടുക്കാനുള്ളൂ. ബീഫ് ഞാൻ ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം അതിൻ്റെ ബ്ലഡൊക്കെ പോകുന്ന രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നതാണ്. ഉച്ചയ്ക്ക് നെയ്ച്ചോറ് വെക്കുന്നത് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാ മറ്റേ ചെമ്പട്ടിയിലൊക്കെ വെക്കുന്ന അങ്ങനെയും വെക്കാറുണ്ട്. ഇത് ഞാൻ ഓൾറെഡി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുന്നതാണ്. അല്ലാതെ നമ്മൾ അരി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ വെക്കാറുണ്ട്. ഇങ്ങനെ വെച്ചാൽ അധികം ഓയിൽ ഒഴിച്ചു, പിന്നെ 6 kg നെയ്യാട്ടോ ഒഴിച്ചത്. അതിൻ്റെ ഒരു ഫ്ലേവറൊന്നും വേറെ തന്നെയാണ്. അങ്ങനെ ഞാൻ ബീഫിലേക്ക് ഉള്ളിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. പയർ കട്ട് ചെയ്ത് എടുക്കാനുണ്ട് കേട്ടോ. പയർ ഞാനിങ്ങനെ വെച്ചിട്ടുള്ളൂ. അതൊന്നും നല്ലോണം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി അതും എടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പ്, പച്ചമുളക്, അതൊക്കെ ഇട്ടിട്ട് സാധാ നമ്മൾ ബീഫ് കറി വെക്കുന്ന പോലെ വെക്കുന്നതാണ്. ഞാൻ ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്, പിന്നെ എനിക്ക് തോന്നി കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതി, എന്നാലേ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ അതവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഗരം മസാല പൊടിച്ചതാണ് കേട്ടത്. ഇത് മറ്റേ പട്ട, അതുപോലെ ഗ്രാമ്പൂ, ഏലക്ക, അതും കൂടെ മിക്സ് ആക്കിയിട്ട് പൊടിച്ചെടുക്കുമല്ലോ, അതിൻ്റെ
പൊടിയാണ്. അത് ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇട്ടാൽ കുത്തും, അതുപോലെ അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര കുത്തലാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അരിയൊക്കെ നല്ലോണം വേറിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അധികം എനിക്ക് തോന്നുന്നു നെയ്യിനേക്കാളും കൂടുതൽ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ നെയ്ച്ചോറ് ഇങ്ങനെ വേറിട്ട് നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇങ്ങനെ അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടും. അങ്ങനെ പയറൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുളക് ഇട്ടത് ഒന്നും കൂടി ഇടാനുണ്ട്. പപ്പടം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഉള്ളി ഇങ്ങനെ തൊലി കളഞ്ഞ് വെച്ചതാണ്. ബീഫിലേക്ക് നമ്മൾ ഇങ്ങനെ വറവിട്ട് ഒഴിക്കുമല്ലോ, അത് നല്ല ടേസ്റ്റാട്ടോ ബീഫ് കറിയിലേക്ക് ഉള്ളി വറവിട്ട് ഒഴിക്കുന്നത്. അങ്ങനെ പയർ ഞാൻ കടുകിൽ അങ്ങനെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ അത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കറിവേപ്പ് അതുപോലെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് അത് ഞാൻ വെള്ളം ഒഴിക്കാതെ ഞാനിങ്ങനെ അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാറാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ചീഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ അത് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇത് ബീഫിലേക്ക് വെളിച്ചെണ്ണയിൽ നമ്മൾ ഉള്ളിയും അതുപോലെ കറിവേപ്പൊക്കെ ഇട്ടിട്ട് അതിലേക്ക് വറവിട്ടത് ഒഴിച്ചു കൊടുക്കണം. അങ്ങനത്തെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പയറുപ്പേരി റെഡി ആയിട്ടുണ്ട്. പപ്പടം ഫ്രൈ ചെയ്തതും റെഡി ആയിട്ടുണ്ട്. വലിയ വിഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഉപ്പേരി പപ്പടം കറി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ഷാൻസ് വന്നിട്ട് വേണം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് അവന് മദ്രസ ലീവാണ്. അങ്ങനെ ഷാൻസ് വന്നിട്ട് വേണം നമുക്ക് ഡിക്കാത്തലോണിലേക്ക് പോകാൻ. അവന് ഈ സ്കേറ്റിംഗ് ഷൂ ഉണ്ടല്ലോ, ആ സ്കേറ്റിംഗ് ഷൂവിൻ്റെ ടയർ മിസ്സിംഗ് ആണ് വെച്ചാൽ അതിൻ്റെ സ്ക്രൂ കാണുന്നില്ല, ടയറുണ്ട്. അപ്പോൾ അവന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മേലൊക്കെ കഴുകി ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ഡിക്കാത്തലോണിൽ എത്തിയിട്ടോ. ഇതിവിടെ പന്തീനങ്കാവ് കഴിഞ്ഞിട്ടാണ്, ഹൈലൈറ്റ് മോളിലേക്ക് എത്തുന്നതിൻ്റെ മുന്നെയാണ് ഇത് വരുന്നത് ഡിക്കാത്തലോണ്. ഇവിടെ അധികം സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും റിപ്പയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ റെഡിയാക്കി തരും എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഈ ഒരു വർക്ക്ഷോപ്പാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഇവിടെ ഞാനിത് കാണിച്ചു നോക്കിട്ടോ, ഈ ഒരു സ്കേറ്റിംഗ് ഷൂ. അപ്പോൾ അവർ പറഞ്ഞു എന്താ വെച്ചാൽ ഇവിടുന്ന് വാങ്ങിയതാണെങ്കിൽ അവർ റെഡിയാക്കി തരാം, ഇത് നാട്ടിലത്തെ സാധനമല്ല ഗൾഫത്തതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിന് ടയർ കിട്ടുമോ എന്നുള്ള ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിൻ്റെ സാധനം ഉണ്ടാവില്ല, കാരണം ഇവിടുന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ നമ്മളത് റെഡിയാക്കി തരാമെന്നാണ്. അവരത് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നേ. കാരണം അത് റെഡിയാക്കാന്ന് വെച്ചാൽ നാട്ടിൽ അതിൻ്റെ സ്ക്രൂ ഉണ്ടാവില്ല, അതുപോലെ നമുക്കത് റെഡിയാക്കാൻ പറ്റൂല, ഇവിടുത്തതാണെങ്കിലേ റെഡിയാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം സ്കേറ്റിങ് സാറ്റർഡേ സ്റ്റാർട്ടിങ് ചെയ്യുക, ഇത്രയും ദിവസം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. കാരണം അതിൻ്റെ ആവശ്യമില്ല, അവന് സ്കേറ്റിങ് ഓടിക്കാൻ അറിയാം. അങ്ങനെ ജസ്റ്റ് ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞ് ഹെൽമെറ്റ്, ബ്ലൂ ഹെൽമെറ്റ് അവിടെ ഉണ്ട്. പിന്നെ സ്കേറ്റിങ്ങിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. 1000 എബോവിലാണ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. വേറൊന്നും വാങ്ങിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. കാരണം 2000-3000 ഒക്കെയാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഇതിനൊന്നും ആയില്ല, ഷൂവിന് ഒരു കേടും വന്നിട്ടില്ല. ഷൂവിൻ്റെ ടയർ അവന് ഊരി വെച്ച ടൈമിൽ അതിൻ്റെ സ്ക്രൂ മിസ്സായതാണ്. അങ്ങനെ ഇവിടുന്ന് നടക്കില്ല എന്ന് കണ്ടപ്പം ഹെൽമെറ്റിനൊക്കെ കുറേ പറഞ്ഞിട്ടോ. ഹെൽമെറ്റൊക്കെ ഉണ്ട്, ബ്ലൂ ഹെൽമെറ്റ് അവിടെ ഉണ്ട് വീട്ടിൽ ഉണ്ടായും കൊണ്ട്. ഇത് കാണുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളതൊന്നും ഒരു വില ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ കാണുന്നത് വാങ്ങിക്കാനാണ് തോന്നുക, അതങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലുണ്ടല്ലോ, ഉണ്ടായും കൊണ്ട് നമ്മളൊന്ന് വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ജസ്റ്റ് ഒന്ന്. ഇത് ഡിക്കാത്തലോണിൻ്റെ ഫ്രണ്ട് നിന്നാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ 4 ടയറേ ഉള്ളൂ. അതായത് ഒരു ഷൂവിന് 2 ടയറേ ഉള്ളൂ. ഒരു ഷൂവിന് ശരിക്കും 4 ടയർ ഉണ്ടാവും. അങ്ങനെ 8 ടയർ ഉണ്ടാവും 2 ഷൂവിനും കൂടി. അങ്ങനെ നമ്മളിതാ ഇവിടെത്തി, കോസ്മോസിലെത്തി. ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും റിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതും ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോഴാണല്ലോ നമ്മളിത് തേടി പിടിച്ച് പോകുന്നത്. അപ്പോൾ ഇതിന് ടയർ വെക്കുക എന്നുള്ള മസ്റ്റാണ്. കാരണം ക്ലാസ്സിൽ ഇങ്ങനെ സാറ്റർഡേ അത് ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മസ്റ്റാണ് വേറൊന്ന് വാങ്ങിക്കുക എന്നുള്ളത് പുതിയത്. ഇപ്പോൾ അവൻ്റെ കയ്യിലുള്ള ഷൂവിന് ഒരു കേടും വന്നിട്ടില്ല. അതിന് ടയർ മിസ്സിങ് മാത്രമേ ഉള്ളൂ. അല്ല ടയറല്ല, സ്ക്രൂ മിസ്സിങ്. ടയറുണ്ടല്ലോ, അപ്പോൾ അതിന് സ്ക്രൂ ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കാത്ത കാര്യം അങ്ങനെ നടക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം നാട്ടിൽ നിന്ന് ഈ ഒരു സാധനം റെഡിയാക്കി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതാണ് മൂലക്കൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ഡേയ്സായി. പിന്നെ ഇത് സ്കേറ്റിങ് നിർബന്ധമാണെന്ന് കണ്ടപ്പം ഇനിയിപ്പോൾ അത് നന്നാക്കി കിട്ടിയില്ലെങ്കിലും വേറൊന്നും വാങ്ങിക്കുക എന്നുള്ളത് മസ്റ്റാണ്. കാരണം ക്ലാസ്സിൽ ഇവനത് ഇല്ലാതെ നിൽക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരത് നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, എക്സസൈസ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതിനൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിക്കാത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് കേട്ടോ കുറച്ചുകൂടി ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാഗ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചേ നമ്മൾ ബാഗ് വാങ്ങിച്ച്, ആ സ്കേറ്റിങ്ങിൻ്റെ ഷൂ ഇടാൻ ഒരു ബാഗും വാങ്ങിച്ച്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഹാപ്പി ആയി കേട്ടോ. ബാഗും കിട്ടി, അതുപോലെ സ്കേറ്റിങ്ങിൻ്റെ ടയറും നന്നാക്കി. അതുപോലെ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നത്. ബാഗ് കിട്ടും എന്നുള്ളത് അറിയാം, പക്ഷേ ആ ഒരു ഷൂവിൻ്റെ ആ ഒരു ടയർ നന്നാക്കി കിട്ടും എന്നുള്ളത്
ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. കാരണം അവിടുന്ന് ഡിക്കാത്തെന്ന് പറഞ്ഞാൽ വലിയൊരു സ്പോർട്സിൻ്റെ ഒരു ഇതല്ലേ, അവിടുന്ന് അത് റെഡിയാക്കാൻ പറ്റൂല, ഇത് സംഭവം കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ അത് റെഡി ആയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ സ്കേറ്റിംഗ് ഷൂവിൻ്റെ ബാഗ് ഈ പറഞ്ഞ പോലെ റെഡ് കളർ ബാഗായിരുന്നു. അതിൻ്റെ ഷിബ് ഇതുപോലെ കംപ്ലൈൻറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഒരു ബാഗും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കവറിലിട്ടിട്ട് അതിന് കൊണ്ടുവരുന്നത്. അപ്പോൾ ബാഗ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. 240 ബാഗിന് വരുന്നത്. ബാഗ് അത്യാവശ്യം നല്ല വലിയ ബിഗ് സൈസ് ബാഗാണ്. കാരണം ഹെൽമെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്കേറ്റിങ്ങിൻ്റെ, അതൊക്കെ കൊള്ളുന്ന ബാഗാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബില്ലിങ് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച സംഗതി ആയിട്ടപ്പോൾ നടന്നത്. കാരണം എനിക്ക് ഇതിൻ്റെ ടയർ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അത് നടന്നപ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, അത് എനിക്ക് അവനും നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.